BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോഴും പരാതികൾ തീരാതെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ BJP ഒഴികെ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചു. ഫോറം നൽകിയിട്ട് തന്നെയും ഭാര്യയെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് CPI നേതാവും മുൻ MLAയുമായ രാജാജി മാത്യു തോമസ് പരാതിപ്പെട്ടു. 2002 വോട്ടർ പട്ടികയിൽ തന്റെ പേരില്ല എന്നാണ് BLO പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ 1991 ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തന്നെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ കണ്ണട UP സ്കൂളിൽ 43-ാം വാർഡിൽ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിൽ രാജാജി മാത്യു തോമസിന്റെ പേരില്ല എന്നും പരാതി പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. വിതരണം ചെയ്ത 2,78,50,822 എന്യൂമറേഷൻ ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6,45,548 വോട്ടർമാരെയാണ് കണ്ടെത്താൻ കഴിയാത്തത്. ആകെയുള്ളതിന്റെ 2.32% വരുന്നത്. ഇത്രയും പേരെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് BJP ഒഴികെയുള്ള പാർട്ടികൾ യോഗത്തിൽ അറിയിച്ചു. SIR നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ 24,08,503 പേരാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. മരിച്ചവർ 6,49,885, സ്ഥിരം താമസം മാറിയവർ 8,16,221, ഒന്നിൽ കൂടുതൽ തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ 1,36,029, മറ്റുള്ളവർ 1,60,830 എന്നിങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം. വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന BLOമാരുടെ റിപ്പോർട്ട് കള്ളത്തരമാണെന്ന് CPM നേതാവ് MV ജയരാജനും പറഞ്ഞു. തിരുവനന്തപുരത്തെ ഒരു ബൂത്തിൽ ഇത്തരത്തിൽ 710 പേരെ ഒഴിവാക്കിയെന്ന് കോൺഗ്രസ് പ്രതിനിധി MK റഹ്മാൻ പറഞ്ഞിരുന്നു. SIRന്റെ സമയം നീട്ടണമെന്നും പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതേസമയം തന്നെ കരട് പട്ടികയിലെ പിഴവുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് തിരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കറും വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.